വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് സൗദി അറേബ്യയിലെ റാസ് തനൂറ എന്ന റഹിമയിലാണ്. ശ്രീ വിക്രം സാറിനെ കുറിച്ചാണ്. അദ്ദേഹം മുനീർ എം അൽ ഷുക്കൂരി എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനിയുടെ ജനറൽ മാനേജറാണ്. അതോടൊപ്പം തന്നെ ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക് ശ്രീ വിക്രം സാറിനെ. സർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു ഒരു സൗദി യാത്ര, ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു എന്നൊന്ന് ആദ്യം തന്നെ പറഞ്ഞാണ് സന്തോഷമായി. എൻ്റെ ജനനം തുടങ്ങുന്നത് ബാംഗ്ലൂരിലാണ്. എൻ്റെ മലയാളത്തിന് കുറച്ച് ഫ്ലുവൻസി ഉണ്ടാവില്ല, എല്ലാവരും ക്ഷമിക്കണം. ഞാൻ 1961 ബാംഗ്ലൂരിലാണ് ജനനം. എൻ്റെ ഫാദർ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഒരു സ്റ്റോർ കീപ്പറായിട്ട് ആയിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം MCOM. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ എൽഡേഴ്സാണ്. മകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ട് തന്നെ V-Guard എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ എൻ്റെ അളിയൻ മുഖാന്തരം എൻ്റെ പഠിത്തത്തിന് ശേഷം ഞാൻ വന്ന് V-Guardൻ്റെ ഫ്രാഞ്ചൈസ് യൂണിറ്റായിട്ട് എറണാകുളത്താണ് ആദ്യം തുടങ്ങുന്നത്. പിന്നീട് ആദ്യം അസംബ്ലി യൂണിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഫുൾ പാക്കേജായിട്ട് ബാംഗ്ലൂരിൽ ബണ്ടപ്പ നഗറിലാണ് ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങുന്നത്. ബിസിനസ് ആകുമ്പോൾ പല ഇത് വരും. എനിക്കതിന് വിട്ടുപിരിയേണ്ട ഒരു അവസരം വന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബോംബെയിൽ 2-3 മാസമെല്ലാം കിടന്നാണ് ബോംബെ ഏജൻസിൻ്റെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണത്. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളർന്ന് വർഷങ്ങളോളം കടന്നു പോയപ്പോൾ പല സ്ഥലത്ത് ഇൻ്റർവ്യൂക്ക് എൻ്റെ കമ്പനിക്ക് വേണ്ടി ഞാൻ പോകാറുണ്ട്. ബോംബെയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ 18 വർഷം ഞാൻ ജോലി ചെയ്യുന്നു. ആ കമ്പനിയുടെ പേരാണ് മുഹമ്മദ് എച്ച് സുറൂർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അവരാണ് എൻ്റെ ആദ്യത്തെ പ്രവാസ ജീവിതത്തിനും ഈ മുന്നേറ്റത്തിനെല്ലാം അവരാണ്, ആ സ്ഥാപനമാണ് എനിക്ക് കാരണം. എന്നും ഞാൻ അവരെ മറക്കാൻ പറ്റില്ല. ഇന്ന് ആ മുതലാളി ജീവിച്ചിരിക്കുന്നില്ല. സ്ഥാപനം വിട്ടാലും ഞാൻ എല്ലാ മാസം പോയി അവരെ കാണുമായിരുന്നു, എൻ്റെ മുതലാളിനെ, പഴയ മുതലാളിനെ. അതിന് ശേഷമാണ് പോയി ഞാൻ തിരിച്ചു വന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈൻ വിസയിലാണ്. അതൊരു ഇൻവെസ്റ്റർ വിസയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സൗദിയിൽ എനിക്ക് വേറെ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. അതാണ് മുനീർ എം അൽ ഷുക്കൂരി എസ്റ്റാബ്ലിഷ്. ഞങ്ങളുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ബേസ്ഡ് ഓൺ അറാംകോ പ്രോജക്ട്സ് ആണ്. ഞങ്ങളുടെ ഈ റിയാക്ടർ ബേസ്ഡ് ജോബ്സ്, റിഫൈനറി ബേസ്ഡ് ജോബ്സ് ആണ്. പിന്നെ ഞങ്ങൾ ഫെയർ ലൈൻ, വെൽ സർവീസ്, അതെല്ലാം സബ് കോൺട്രാക്ട് ജോബാണ് ചെയ്യുന്നത്. അത് കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ വലിയ ഓയിൽ ഫീൽഡ് കമ്പനീസാണ്. അവർക്കാണ് അറാംകോയുടെ ഡയറക്റ്റ് ജോബ്. തുടങ്ങിയത് അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനിയുടെ മാനേജറായിട്ട് എനിക്ക് പ്രൊമോഷനായിട്ട് ആൾക്കാരില്ലാണ്ട് വന്നപ്പോൾ ആ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ അക്കൗണ്ടൻ്റായിട്ടിരുന്ന അക്കൗണ്ടൻ്റ് ആയേനെ, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയായിരുന്നു. കമ്പനിയിലും എൻകറേജ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഡൗൺ ആൻഡ് ഫ്ലോ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യേണ്ട ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ചെയ്യാതെ എല്ലാ മേഖലയിലും ഞാൻ വർക്ക് സൈറ്റിലും പോകാറുണ്ട്. സേഫ്റ്റി ഓഫീസറായിട്ട് ഞാൻ ചെയ്യുന്നിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് റിസീവർ, കാരണം കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കമ്പനിക്ക് ഇപ്പോൾ ഒരു വർക്ക് പെർമിറ്റ് റിസീവർ ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇതെല്ലാം ക്വാളിഫൈഡ് ആയിരുന്നു. അവസരം കിട്ടുമ്പോൾ ആ ടെസ്റ്റെല്ലാം പാസ്സായി ഞാനത് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഓർമ്മകളേക്കാൾ കൂടുതൽ താങ്കൾക്ക് ബാംഗ്ലൂർ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യവും ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ബാംഗ്ലൂരിലെ ജീവിതം എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ്, അതാണ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് എ മാൻസ് ലൈഫ് എന്ന ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. കുട്ടികളുടെ കാലം ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ട് അവിടെ വളർന്നുകൊണ്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഐ നോ മോസ്റ്റ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്, തമിഴ്, തെലുങ്ക്, കന്നഡ, അതെല്ലാം. അതെൻ്റെ പ്രവാസി ലോകത്തിലേക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാര്യം ഡിഫറെൻറ്റ് നാഷണാലിറ്റീസാണുള്ളത്. അപ്പോൾ അതെല്ലാം എനിക്ക് വളരെ, എപ്പോഴും ഇതെല്ലാം പറയുമ്പോൾ ഒരു മലയാളി ഇത്ര പറയുന്നു എന്ന് പറയുമ്പോൾ കന്നഡ പറയും, തെലുങ്ക് പറയും, ഹിന്ദി പറയും. ഇവിടെ വന്നിട്ട് പിന്നെ അറബിയും പഠിച്ച്. അപ്പോൾ അത് എനിക്കൊരു ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ അത് എനിക്ക് എപ്പോഴും ഇതെല്ലാം പറയുമ്പോൾ ഒരു ബാംഗ്ലൂർകാരനെയോ അല്ല ഒരു തെലുങ്കുകാരനെ കാണുമ്പോൾ എനിക്ക് ബാംഗ്ലൂരിലെ ഫ്ലാഷ് ബാക്ക് വരും. അപ്പോൾ അത് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞങ്ങൾ ഒരു പബ്ലിക് സെക്ടറിലാണ് എൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസായിരുന്നു. അപ്പോൾ അതേമാതിരിയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെയുള്ള നാഷണാലിറ്റീസായിരുന്നു. എല്ലാ സ്റ്റേറ്റ് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ
ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഒരു ഡിഫൻസ് ഫാക്ടറി ആയിരുന്നു BEL എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് എനിക്കൊരിക്കലും മറിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കുറേ വർഷങ്ങളായി ബാംഗ്ലൂർ പോയിട്ട് ഇപ്പോൾ എറണാകുളത്താണ് സെറ്റിൽഡ്. നാട്ടിൽ എറണാകുളത്തെ വിശേഷങ്ങൾ അവിടെ എങ്ങനെയാണ്? ആരൊക്കെയാണുള്ളത് താങ്കളോടൊപ്പം ഉള്ളതെന്ന് പറയാം. എറണാകുളത്തെ എൻ്റെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. മൂത്ത 2 സിസ്റ്റേഴ്സാണ്. അവർ കല്യാണം കഴിച്ച് കുട്ടികളുണ്ട്. മൂത്തത് എൻ്റെ സിസ്റ്റർ ബാങ്കിലായിരുന്നു ജോലി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. ഇപ്പോൾ റിട്ടയർഡായി. അളിയൻ മരിച്ചുപോയി. അളിയനാണ് എന്നെ ബിസിനസ് രംഗത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ അളിയൻ TNP പിള്ള എന്ന് പറയും. പുള്ളിയാണ് വളരെയധികം എന്നെ ബിസിനസ് ഫീൽഡിലും പുള്ളി അഡ്വാനി ഓർലിക്കോൺ എന്ന് പറഞ്ഞ സ്ഥാപനത്തായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ പല സ്ഥലത്തും എന്നെ കൊണ്ടുപോകായിരുന്നു. ഞാൻ കുറച്ചു കാലം ഡിഗ്രി BCom കഴിഞ്ഞിട്ട് ഇരുന്ന സമയത്ത് എന്നെ പല സ്ഥലത്തും പോയി. അങ്ങനെയാണ് ഞാൻ V-Guardൻ്റെ ഫ്രാഞ്ചൈസ് എനിക്ക് വേണ്ടി അളിയൻ പറഞ്ഞ ഒരു ജോലിക്ക് പോയാൽ അത് ഒരു ഇതല്ല, ഒരു ബിസിനസ്സായിട്ട് ഒരു പുള്ളി സെയിൽസിൽ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. അത് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ വളർച്ചയുടെ ഒരു ബിസിനസ് രംഗത്തുള്ള ഒരു കാര്യത്തിന് എൻ്റെ അളിയനെ എന്നും ഞാൻ ഓർക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കമ്പനിയുടെ വളർച്ച? നമ്മൾ പ്രധാനമായും നമ്മുടെ ക്വാളിറ്റീസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് താങ്കളുടെ വാക്കുകൾ ശ്രദ്ധേയമായിരിക്കും. മുനീർ M. അൽ ഷുക്കൂറി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയാണ് ഇവിടെ ഉണ്ടാകുന്ന ജോലിക്കാർ. അപ്പോൾ ആ ഒരു 1997 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണത് ഞങ്ങൾ. അപ്പോൾ എനിക്കതിനു മുമ്പേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഈ കമ്പനിയിൽ 240 ജോലിക്കാരുണ്ട്. സ്വദേശികൾ തന്നെ ഉണ്ട്. 29 സ്വദേശികൾക്ക് ഞങ്ങൾ ജോലി കൊടുത്തിട്ടുണ്ട്. കമ്പനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അതേ സ്റ്റാൻഡേർഡാണ്. ഞങ്ങളുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ റിസ്കി ജോബ്സാണ്. ജസ്റ്റ് ലൈക്ക് റിയാക്ടറിൻ്റെ അകത്ത് പോകുന്ന കാറ്റലിസ്റ്റിൻ്റെ ജോബ് എല്ലാം ഹൈലി കെമിക്കൽ ജോബാണ്. അതുകൂടാതെ ഞങ്ങൾക്ക് ഓയിൽ ഫീൽഡിലുള്ള ഇതുണ്ട്, ഫ്രാക്കിംഗ് ജോബ്, പിന്നെ അതേമാതിരി വെൽ സർവീസ്, ഇങ്ങനെയുള്ള ജോബാണ്. അത് വളരെ ഹൈലി സേഫ്റ്റി ഓറിയൻറ്റഡ് വേണ്ട ഒരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മാസവും ഇവർക്ക് സേഫ്റ്റി ക്ലാസ്സസ് ഉണ്ട്. അത് ഞങ്ങളുടെ ക്ലയൻറ്റ്സ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ ഇവർക്ക് പല ട്രെയിനിങ് ക്ലാസ്സസ്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇതുണ്ടെങ്കിലേ അവർക്ക് ഓയിൽ ഫീൽഡിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ ജോലിക്കാർക്ക് ഞങ്ങൾ ആദ്യം ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, നിങ്ങൾ സേഫ്റ്റി ഫസ്റ്റ്, ബിക്കോസ് ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ആർ ദെയർ, യുവർ ഫാമിലി ഈസ് ദെയർ. ഇഫ് യു ആർ നോട്ട് ദെയർ, യുവർ ഫാമിലി ഹാസ് ടു റിപ്പൻഡ് ഫോർ ദാറ്റ്. പ്രധാനമായിട്ട് നമ്മുടെ കമ്പനികൾ ചെയ്യുന്ന മേജർ പ്രോജക്ട്സ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ഞങ്ങൾക്ക് ബഹ്റൈനിൽ, ഞങ്ങളിപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ വെച്ച് നോക്കിയാൽ ത്രൂ ഔട്ട് സൗദി അറേബ്യ ഉണ്ട്. ഈവൻ ഇപ്പോൾ റിയാദ് മെട്രോയിൽ ഞങ്ങളുടെ സബ് കോൺട്രാക്ട് വർക്ക്സ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ജോബിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ മെയിനായിട്ട് ഇവിടെ യാംബു റിഫൈനറി, റാസ്തനോറ റിഫൈനറി, റിയാദ് റിഫൈനറി, പിന്നെ ഇവിടെ സാബിക്ക്, ജുബൈൽ, കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും മോസ്റ്റ് ഓഫ് പിന്നെ ഞങ്ങൾ റിഗ് ബേസ്ഡ് ജോബ്സ് എല്ലാം പറഞ്ഞത് മോസ്റ്റ്ലി ഞങ്ങൾ ചെയ്യണത് ഉദല്യ, അറാദ്, ഗസാൽ, പിന്നെ തനാജീബ്, ഇങ്ങനെയുള്ള കുറേ എല്ലാം ഡെസേർട്ട്സ് ഏരിയ ആണ്. അത് ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ബഹ്റൈനിലുണ്ട് തത്വീർ, ബാപ്കോ ആയിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത്. അത് ഇവിടെ തന്നെ സൗദി ബേസ്ഡ് കമ്പനിയുടെ ക്ലയൻറ്റ്സ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. അതേ സെയിം ഫ്രാക്കിംഗ് ജോബ്സും ഇതുമെല്ലാം തത്വീർ ബാബ്. ഇവിടുത്തെ അറാംകോ എന്ന് പറയുന്ന മാതിരി തന്നെയാണ് ബാപ്കോ എന്ന് പറയുന്നത്. അത് തത്വീറിൻ്റെ അണ്ടറിൽ ഞങ്ങളിത് ചെയ്യുന്നു. 2 രാജ്യത്ത് വിസ ഉണ്ട് താങ്കൾക്ക്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആ ഒരു ലൈഫ് ആസ്വദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണത്. അതിനെക്കുറിച്ചൊന്ന് പറയും. നമ്മൾ ചെറുപ്പകാലത്ത് ഞാൻ പിന്നെ വെറുതെ ചെറുതായപ്പോൾ ടി വിയിലെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്, ചില വാക്കുകൾ കേൾക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബഹ്റൈൻ, ലഞ്ച് ഇൻ സൗദി ആൻഡ് ഡിന്നർ ബാക്ക് ഇൻ ബഹ്റൈൻ എന്നെല്ലാം പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. തിങ്ക് ചെയ്യുമ്പോൾ വലിയ VIPs പറയണ മാതിരി. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാടും അതിൻ്റെ വിഷമവും. നമുക്കെവിടെ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല, യാത്ര തന്നെ ഇത്. പക്ഷെ നമ്മൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ഇരുന്നാൽ എത്ര ഭാഗ്യമായിരിക്കുന്നു. ബട്ട് വി ആർ ഡൂയിങ് സംതിങ് ഫോർ ഇറ്റ് ഈസ് നെസസറി. ബഹ്റൈനിൽ ആരൊക്കെയാണ് ഇപ്പോൾ താങ്കളോടൊപ്പമുള്ള? അവരുടെ വിവരങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് 2 കുട്ടികളാണ്. മൂത്തത് മോള് പ്രിയങ്ക വിക്രമൻ, മകൻ അശ്വിൻ വിക്രമൻ, എൻ്റെ ഭാര്യ സീമ വിക്രമൻ. അപ്പോൾ മോളിപ്പോൾ പോയ വർഷം 2 വർഷം മുമ്പേ +2 കഴിഞ്ഞ് ബഹ്റൈനിൽ, ഇപ്പോൾ നാട്ടിലാണ് പഠിക്കുന്നത്. നാട്ടിൽ BARC പഠിക്കുന്നു. അത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ലെൻസ് ഫെഡിൻ്റെ അണ്ടറിലുള്ള ഒരു ആർക്കിടെക്ചറൽ അസോസിയേഷനുള്ള ഒരു കോളേജാണ്.
അവിടെ ഇപ്പോൾ 4th സെമ്മിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ 10ാം ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ്, ഇപ്പോൾ 2 ദിവസമായുള്ളൂ എക്സാം കഴിഞ്ഞിട്ട് ബഹ്റൈനിലായിട്ട്. പിന്നെ എൻ്റെ എല്ലാ മോട്ടീവ് എല്ലാ ഇതും എൻ്റെ വൈഫാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും, എൻ്റെ യാത്രകളിൽ ഇതും അതും. കാര്യം അവരെ സപ്പോർട്ടില്ലെങ്കിൽ ഇല്ല, എനിക്കൊരു ടെൻഷനും തരാറില്ല. അവർ ഒരിക്കലും സപ്പോർട്ടീവാണ്. ഈവൻ ടെൻഷനിലെല്ലാം നമ്മളിരിക്കുമ്പോൾ പറയും റിലാക്സ് ചെയ്യുമെന്ന് പറയും. വെറുതെ ആലോചിച്ച് കിടന്നിട്ട് കാര്യമില്ല, വരണ സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയും. ഷീ അഡ്വൈസ് മീ ഇൻ എ ഗുഡ് വേ. ടെൻഷൻ എനിക്ക് തരാറില്ല, അത് തന്നെ ഏറ്റവും വലിയ എനിക്ക് ടെൻഷൻ ഫ്രീ ആണ്. സോ ഷീ ഈസ് എവറിത്തിങ് ഫോർ മീ. ഷീ ഈസ് ഓൾസോ ആസ് എ ബാക്ക് ബോൺ ഫോർ മീ. എന്ത് കഷ്ടം വന്നാലും ഷീ ഹെൽപ്സ് മീ ഇൻ ദ വേ. ഞാൻ എന്ത് പറയുന്നു അതേ രീതിയിൽ അഡ്വൈസും തരാറുണ്ട്. ബട്ട് ഷീ ഫോളോസ് വിച്ച് ഇസ് ഗുഡ് ഫോർ മീ. അപ്പോൾ ഇടയ്ക്കുള്ള അഡ്വൈസ്, ഐ എം നോട്ട് എവറിത്തിങ്. അപ്പോൾ അവരുടെ അഡ്വൈസും എല്ലാം കേൾക്കുമ്പോൾ. വൈഫിൻ്റെ സ്വദേശം എവിടെയാണ്? വൈഫ് കാഞ്ഞലമറ്റെന്ന് പറയും, എറണാകുളത്താണ്. വൈഫ് ഹൗസ് വൈഫാണ്, ജോലിക്കൊന്നും വിട്ടില്ല. കുറച്ച് നാൾ ട്യൂഷനെല്ലാം എടുത്തിരുന്നു സൗദി അറേബ്യയിലിരുന്നപ്പോൾ. ഇപ്പോൾ അതൊന്നുമില്ല. കുട്ടികളായി കഴിഞ്ഞപ്പോൾ, അന്നെല്ലാം ഞാൻ വന്ന സമയത്ത് അത്ര ഹൈലി സാലറി അല്ല. ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ പറഞ്ഞ 750 രൂപ ശമ്പളത്തിനാണ്. 1990 ഫുഡ് അലവൻസ് 250 രൂപയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 3 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ പോയി കല്യാണം കഴിച്ചത്. അച്ഛൻ്റെ അമ്മയുടെ പേരെന്ന് പറയും? അച്ഛൻ്റെ പേര്? എൻ്റെ അച്ഛൻ്റെ പേര് PP ഭാസ്കരൻ എന്നാണ്. അമ്മയുടെ പേര് കമലമ്മ. നാട്ടിലാണ് അമ്മ ഇപ്പോഴും? അമ്മയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എൻ്റെ അച്ഛൻ നവംബറിൽ മരിച്ച്. പിന്നെ അമ്മ ഇപ്പോൾ വീട്ടിലാരുമില്ല, വൈഫ് ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്, എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അവർ തമ്മനത്താണ് താമസം. എൻ്റെ മൂത്ത ചേച്ചി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു, സൗദാമണി പിള്ള എന്ന് പറയും. 2 കുട്ടികളുണ്ട്, ഒരു മോളും മോനും. മോളുടെ പേര് ദീപ, പിന്നെ മോൻ്റെ പേര് ദീപക്. അതിൽ ദീപക്കും ഇവിടെ ഗൾഫ് കൺട്രിയിൽ തന്നെയാണ്, ഓയിൽ ഫീൽഡിലാണ്, എക്സ്പ്രോ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അത് അവരുടെ മോളുടെ ഭർത്താവും എക്സ്പ്രോ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഒരു നല്ല ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും താങ്കൾ സജീവമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.